സോ ഫൈനലി അങ്ങനെ ഗോഡ് മൂവി റിലീസ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സോ ബേസിക്കലി ഇത് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവരായാലും ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നവരായാലും ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ഇതിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്, പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഡിസ്റ്റർബൻസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ജെമിനി മാൻ, ഹോളിവുഡ് മൂവിയായ ജെമിനി മാൻ നിന്നുള്ള ആ ഒരു ക്യാമറയും ആ ഒരു VFX സെറ്റപ്പുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് വർക്കൗട്ട് ആയിരിക്കുന്നത് ആ ഒരു യങ് ക്യാരക്ടർ ഉണ്ടല്ലേ, വിജയുടെ യങ് ക്യാരക്ടർ, അതിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആർക്കും ഒരു കുറ്റവും പറയാത്ത രീതിയിൽ എൻറ്റയർ മൂവി അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു VFX, അതായത് നമ്മുടെ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്നതായാലും പാരച്യൂട്ടിൽ നിന്ന് വരുന്നതായാലും ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്, അതായത് വിജയ് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലേ, ബേസിക് VFX ആണ്. അതിൽ പാളിപ്പോയി. കാരണം ഇത്രയും ബഡ്ജറ്റ് മുടക്കിയെടുത്ത AGS ഒരുപാട് രൂപ മുടക്കിയിട്ടുണ്ട്. അവർ എത്ര മുടക്കാനും തയ്യാറാണ്. കാരണം വിജയുടെ പടത്തിന് എത്ര മുടക്കിയാലും അവർക്ക് റിട്ടേൺ കിട്ടും. ബട്ട് ബേസിക് VFX ഇതിൽ വർക്കൗട്ട് ആയിട്ടില്ല. അത് നമുക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലൊക്കെ ഈ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നമുക്ക് തോന്നില്ലേ എന്തോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതേപോലത്തെ ചെറിയൊരു ഫീൽ ഇതിൽ കിട്ടും. കാരണം കണ്ടുകൊണ്ട് മനസ്സിലാവും, ചില സീനിലൊക്കെ വിജയ് ഇങ്ങനെ ബൊമ്മ വരുന്നത് പോലെയാണ് വരുന്നത്, ബൊമ്മ ഇങ്ങനെ എയറിൽ വരുന്നത് പോലെ. ബേസിക് ആയിട്ടുള്ള VFX ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സെക്കൻഡ് തിങ്, മ്യൂസിക്. എല്ലാവർക്കും അറിയാം, മ്യൂസിക് എല്ലാം പാളിപ്പോയി. ഓക്കെ, അത് ഈ ആഡിയോ എല്ലാം റിലീസായപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു വിഷയമാണ്, മ്യൂസിക് എല്ലാം പാളിപ്പോയി. പക്ഷെ വീണ്ടും പാഴ്ച എന്തെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ മ്യൂസിക്കിന്റെ പ്ലേസ്മെന്റ്, ഓരോ സോങ്ങിന്റെയും പ്ലേസ്മെന്റ് അതിനേക്കാളും പാഴ്ചയാണ്. നമ്മൾ അങ്ങനെ ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെന്റിമെന്റ് സീൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്നൊരു ക്രിഞ്ച് ഡപ്പാങ്കുത്ത് പോലെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മുടെ ഫീലിങ്സിനോട്ട് കൊണ്ടുപോകാത്ത രീതിയിൽ മറ്റൊരു രീതിയിലുള്ള ഒരു സോങ് അവിടെ പ്ലേസ് ചെയ്യും. സോ നമുക്ക് ആ ഫീൽ കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിക്സ് ആയിട്ട് നമ്മുടെ മൈൻഡ് പോകും. ഒന്നാമത് വിജയുടെ പടമാണ്. ഓക്കെ, എല്ലാവരും അത്ര ക്ലിയർ ആയിട്ടിരുന്ന് വാച്ച് ചെയ്യും. പിന്നെ ഒന്ന് രണ്ട് കോമഡികൾ വർക്കൗട്ട് ആയില്ല. പ്രേംജിയുടേത് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. വിജയുടെ ഒന്ന് രണ്ട് ഡയലോഗും എക്സ്പ്രഷനും അല്ലാതെ ഇതിൽ വേറെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് പോലത്തെ ഒരു ഫീൽ, അതായത് പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫാമിലി സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നി. കാരണം നമുക്കറിയാം ഇതിന്റെ ജേണർ ഒരു ആക്ഷൻ ഫിലിമാണ്. സോ ആക്ഷനിലോട്ട് എത്തുന്നതിന് മുമ്പ് ഇവന്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് കാണിക്കുമല്ലോ. അപ്പൊ അതൊന്നും അത്ര വർക്കൗട്ട് ആവാത്ത രീതിയിൽ എനിക്ക് തോന്നി. ഇതിലുള്ള മെയിൻ ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത്, ഓക്കെ, ആ യങ് ക്യാരക്ടർ സൂപ്പർ ആയിട്ടിരുന്നല്ലോ വിജയുടെ, സൂപ്പർ ആയിട്ടിരുന്നു, സീരിയസ്ലി സൂപ്പർ ആയിട്ടിരുന്നു. അത് എൻറ്റയർ മൂവി അങ്ങനെ തന്നെയാണ്, നമുക്കതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആ ക്യാരക്ടർ തന്നെയാണ് സിനിമയിൽ. ടീനേജ് വിജയെ കാണിക്കുന്നുണ്ട്, ടീനേജ് വിജയ് അവന്റെ ചൈൽഡ്ഹുഡ് ലൈഫ് കാണിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട്. അത് സ്നാപ്ചാറ്റിൽ ഇതിനേക്കാളും ഗ്രാഫിക്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മുടെ ഫിൽറ്റർ ഇതിനേക്കാളും ഗ്രാഫിക് അമ്മാതിരിക്കും. നമ്മുടെ ലിപ്പൊന്നും സിങ്ക് ആവില്ല. അത് കണ്ട ഉടനെ മനസ്സിലാവും ഇതിനേക്കാളും ഏതെങ്കിലും കൊച്ചു കുട്ടികളെ വെച്ച് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ ഫീൽ ആവും. അത് നമ്മളിരുന്ന് കാണുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് തോന്നി പോകും. ഫാൻ ആയാലും അല്ലെങ്കിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ ലിപ്സിംഗ് ഒന്നും കറക്റ്റ് ആവില്ല, കണ്ണൊക്കെ ഇങ്ങനെ ബ്ലർ ആയിക്കൊണ്ടിരിക്കും. VFX അതിൽ ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. ക്ലൈമാക്സിന്റെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം, ബട്ട് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി. ഇത്രയും നല്ലൊരു ബഡ്ജറ്റിൽ ഇത്രയും നല്ല കാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇതിൽ നിന്നും ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എനിക്കെന്ന് തോന്നി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇതിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് വരാം. പോസിറ്റീവ് സൈഡ്, എല്ലാവർക്കും അറിയാം മ്യൂസിക് പാളി, പ്ലേസ്മെന്റ് പാളി. ബട്ട് ഇതിന്റെ BGM, പടത്തിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള BGM ഒരു രക്ഷയില്ല. ആരും മങ്കാത്തയുടെ BGM എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇതിൽ വരണ്ട. ഇതിൽ ഒരുപാട് BGMs ഉണ്ട്. അതിപ്പോൾ ഈ സിനിമ റിലീസായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം ട്രെൻഡിങ്ങിലോട്ട് വരും. BGMസിന്റെ അയ്യൊരു കളിയാണ് ഇതിൽ. അതങ്ങ് എടുത്ത് പെരുമാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്റർവെല്ലിന് ശേഷം BGM ഒക്കെ സീനാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി, ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന സൗണ്ട് ക്വാളിറ്റി, അത് പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹെലികോപ്റ്റർ സീനൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഹെലികോപ്റ്റർ വരുന്ന ശബ്ദമായാലും തിയേറ്ററിൽ ഇരുന്ന് കണ്ടവർക്ക് മനസ്സിലാവും അമ്മാതിരി സൗണ്ട് ക്വാളിറ്റിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഡോൾബിയിലൊക്കെ നല്ല സൗണ്ടിലും സിനിമ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ എന്തായാലും കാണണം. അമ്മാതിരി സൗണ്ട് ക്വാളിറ്റിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിലിരുന്ന് ആ ഹെലികോപ്റ്റർ സീൻ വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് പറയും ഓക്കെ, കാരണം അത്രയ്ക്ക് ശബ്ദം ക്ലിയർ ആണ്. ആ വൂഫറൊക്കെ സെറ്റായിരുന്നു അതിൽ. പോസിറ്റീവ് സൈഡ്, ഇതിലൊരു വില്ലൻ ഉണ്ട്. കാരണം ഏതൊരു മാസ് ഹീറോയുടെ സിനിമയിലും വില്ലൻ നല്ലൊരു അൺഫർഗീവബിൾ വില്ലനായിരുന്നാലേ നമുക്ക് ഹീറോയുടെ സൈഡ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലെ വില്ലൻ, ഞാൻ സസ്പെൻസ് ഒന്നും പുറത്തു വിടുന്നില്ല, ഇതിലെ വില്ലൻ ഒരു രക്ഷയില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ആ വില്ലനെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ സിനിമ കാണും. ആ വില്ലന്റെ യഥാർത്ഥ
യഥാർത്ഥ വില്ലനെ ഓർമ്മ വെച്ചുകൊണ്ട് സിനിമ കണ്ടാൽ ഒന്നും പിടികിട്ടത്തില്ല. ആ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് തന്നെ കണ്ടാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കോ വില്ലനായിരിക്കും. അതിൽ 1-2 സീനൊക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞാൽ സസ്പെൻസ് പോകും. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 1-2 സീനൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വെങ്കട് പ്രഭുവിന് ഹാറ്റ്സ് ഓഫ്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അൺഫർഗീവബിൾ ആണ്. നമുക്ക് തന്നെ അല്പം ദേഷ്യം വരും. അമ്മാതിരി രീതിയിലൊരു സൈക്കോ വില്ലൻ ഇതിലുണ്ട്. പിന്നെ ഇതിലെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ലൊക്കേഷൻ. അതായത് ലിയോ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹിമാചൽ പ്രദേശ് ആ ലൊക്കേഷനൊക്കെ. അതുപോലെ തന്നെ ഗോഡ് മൂവിയിലെ ലൊക്കേഷൻ, ഇതിൽ റഷ്യ ആയാലും തായ്ലൻഡ് ആയാലും നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് അവിടെ പോയതിനു വേണ്ടി 1-2 ഷോട്ട് അവിടെ വെച്ച് എടുത്തതല്ല. ആ സിനിമയിൽ എത്രത്തോളം ആ സ്പോട്ടൊക്കെ ആവശ്യമുണ്ടോ അത്രത്തോളം ആ രീതിയിൽ തന്നെ വെച്ച് എടുത്തിട്ടുണ്ട്. മൂവി കൊള്ളാം. ബട്ട് ഈ ടൈമിൽ വിജയ് വെച്ച് ഇങ്ങനെ ഒരു സിനിമ ആവശ്യമുണ്ടോന്ന് കേട്ടാൽ എനിക്കറിയില്ല ഗൈസ്. കൊള്ളാം, ഇരുന്ന് കാണാൻ കൊള്ളാം. ചില സീനൊക്കെ അതിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആക്കി 3 മണിക്കൂറൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. കൊള്ളാം, സിനിമ കൊള്ളാം. ബട്ട് ഇത് എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയാലും ഈ ഫാൾട്ടൊക്കെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം ഗൈസ്. ഇതിൻ്റെ ഇന്റർവെൽ ആയാലും അല്ലെങ്കിൽ ഈ ഡബിൾ ആക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡബിൾ ആക്ഷൻ ആയാലും എനിക്കെന്തോ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് മെരസലിലേത് എനിക്ക് തോന്നുന്നു. കാരണം മെരസലിലെ ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ അറിയാമല്ലോ ഇല്ലേ. ആ ട്രിപ്പിൾ ആണ് ആ മറ്റു വിജയ് വന്ന് നിൽക്കുന്ന ആ ഒരു സീനുണ്ടല്ലേ. സോ അത്രയും ഇമ്പാക്റ്റ് ഇതിൽ കിട്ടിയിട്ടില്ല എന്നൊരു ഫീൽ. കാരണം ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഏത് ഈ ഗോട്ടിലെ ഇന്റർവെൽസ് നമുക്ക് ഊഹിക്കാൻ പറ്റും. മറ്റത് അങ്ങനെയല്ലല്ലോ, സർപ്രൈസ് ആയിട്ട്. അതായത് മെർസലിലെ ഇന്റർവൽ ബ്ലോക്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കൈയടിച്ചെങ്കിലും ഒന്ന് സ്റ്റക്കായിരുന്നു പോയി. എന്താണ് സംഭവം എന്ന് ആർക്കും അറിയില്ല സംഭവം. അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് മെർസലിലേത് തോന്നിയോ എന്നൊരിത്. മ്യൂസിക് ആയാലും ആ ഒരു ഓഡിയൻസിനെ എൻഗേജ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു രീതി ആയാലും സ്റ്റോറി ആയാലും പ്ലോട്ട് ആയാലും അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയാലും അതിൽ തരുന്ന മെർസലിൽ തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, SJ സൂര്യയൊക്കെ വന്നിട്ട് തരുന്ന മെസ്സേജ് അതായാലും മെർസൽ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ടല്ലേ, ആ ഒരു ഡബിൾ ആക്ഷൻ എന്ന് പറയുന്ന മെർസൽ പാക്കേജ് ഇതിലില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ഇത് പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനാടിൽ വെങ്കട് പ്രഭു ഒരു സംഭവം ചെയ്തു, ടൈം ട്രാവൽ. അതുപോലെ ഇതിലും ചെയ്തിട്ടുണ്ട് വേറൊരു സംഭവം. ബട്ട് അത് അത്ര ഏറ്റില്ല. കാരണം അത് ലാസ്റ്റ് ടൈമിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടൈം ട്രാവൽ പോലെ നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതിനേക്കാളും ഫാന്റസി ആയിട്ട് അല്ലെ ഒരു അബ്നോർമൽ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച്. അതും ട്രെയിലർ ഇറങ്ങിയതിനു ശേഷമുള്ള 1-2 ഇന്റർവ്യൂവിലും പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു, ഇത് ട്രെയിലറിൽ യഥാർത്ഥ സ്റ്റോറി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂവി കാണും, ഇതല്ല സിനിമ, ഈ ട്രെയിലറിൽ കാണിക്കുന്ന നല്ല സിനിമയാണ്. ബട്ട് ട്രെയിലറിൽ കാണിച്ചതാണ് സിനിമ 100%. അത് തന്നെയാണ് സിനിമ. പിന്നെ വിജയ് ഒന്ന് ആറാടിയിട്ടുണ്ട് ഇതിൽ. ഐ മീൻ നമ്മൾ കാണുന്ന ഒരു വിജയല്ല ഈ സിനിമയിൽ. ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള 1-2 സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റെഫറൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പഴയ മൂവിയുടെ റെഫറൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് 100% വെങ്കട് പ്രഭുവിന്റെ സിനിമ അല്ല, ഒരു 25% വിജയ് ഫിലിമും കൂടിയാണ്. കാരണം ഇനി 2-3 സിനിമയെ ചെയ്യുള്ളൂ വിജയ് എന്നാണ് പറയുന്നത്. ബട്ട് അങ്ങനെയാണെങ്കിൽ റെഫറൻസ് ഒക്കെ ആവശ്യമാണ്. ഈ ഡബിൾ ആക്ഷൻ റോളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ മെർസലിനെ ആലോചിക്കണം. അപ്പോഴേ ആ സിനിമയുടെ വാല്യൂ എന്താണ് നമുക്ക് മനസ്സിലാവും. ആൾറെഡി അത് ഹിറ്റാണ്. ബട്ട് മെർസൽ ഹാവ് സംതിങ്. മെർസലിൻ്റെ എന്തോ ഉണ്ട്. ഓക്കെ, അത് ഇതിലില്ല. അതാണ് വാസ്തവം. ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വിജയുടെ ആ ഒരു യങ് റോൾ. വിജയ് ഇതുവരെ ചെയ്യാത്ത ഒരു അൺഫർഗീവബിൾ റോൾ ഇതിലുണ്ട്. അത് 100% ഷുവറാണ്. ഇതിലുണ്ട്, ആ റോളുണ്ട്. ചില സീനൊക്കെ, ചില സൈക്കോ സീനൊക്കെ ഇതിലുണ്ട്. അതൊക്കെ കണ്ട എന്തിനാണ് വിജയ് ഈ സമയം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി സീൻ ഇതിലുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഗോഡ് മൂവി ഒരു 2-3 ടൈംസ് വാച്ചബിൾ. കൊള്ളാം. ഞാനൊരു വീഡിയോയിൽ നോക്കിയപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾ മൂത്രം ഒഴിക്കുന്നതൊക്കെ പറയുന്നു പേടിച്ച്. കാരണം BGM ഉണ്ട്. BGM അമ്മാതിരി ഉണ്ട്. സൂപ്പർ BGM ആണ്, സൂപ്പർ BGM. ആ സോങ്സ് എല്ലാം വിട്ടേക്ക്. ഈ സിനിമയിൽ സോങ്സിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ സോങ്സിന്റെ ആവശ്യമില്ല. ബട്ട് BGM അടിഗംഭീരമായിട്ടുണ്ട്. നമുക്ക് ആ സോങ്സ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് ഈ BGMനെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തത്. ബട്ട് ഇതിൽ അല്പം ഓക്കെയാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഈവൻ. ദെൻ സോങ് പ്ലേസ്മെന്റിൽ എനിക്ക് മട്ട എന്ന് പറയുന്നൊരു സോങ് ഇതിലുണ്ട്. അതിന്റെ പ്ലേസ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊരു ക്യാമിയോ റോളുണ്ട്, അതും ഓക്കെ.
ഇതിൽ ക്യാമിയോസിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ പോയി കണ്ടാൽ തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ സിനിമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്യാമിയോ വരുമ്പോൾ അത് ഫില്ലായിക്കോളും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് പോയിരുന്ന ഒരു 3 മണിക്കൂർ കണ്ട് ആസ്വദിച്ചിട്ട് വരാം. ഓക്കെ, അതിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും നിങ്ങളെ ബാധിക്കില്ല, കാരണം നമ്മൾ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു 150 രൂപ ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. ഒരു ടിക്കറ്റ് എടുക്കട്ടാ വേണ്ടേ?